മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. ജപമാല ചൊല്ലുമ്പോൾ സ്വർഗീയ നിവാസികളും പരിശുദ്ധ തൃത്വവും സന്തോഷിക്കും. നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണം ലഭിക്കും. നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ അത്ഭുതമായ കോട്ടകൾ കെട്ടപ്പെടും. പരിശുദ്ധമ പറയുന്നു, അർപ്പിതാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വൈദിക സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാത്താൻ അറിയാം, ഒരു പുരോഹിതൻ നശിച്ചാൽ ഒരിടവേട് അനേകം ആത്മാക്കൾ നശിച്ചു പോകും. അതിനാൽ മാതാവ് പറയുന്ന, മക്കളെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവിൻ, മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. അമ്മ പറയുന്നു വീണ്ടും, മക്കളെ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ. ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന നിമിഷങ്ങൾ വർദ്ധിച്ചു വരുന്നു. പാപം 10 മടങ്ങ് വർദ്ധിക്കുന്നു. കള്ളപ്രവാചകന്മാരും വഴിതെറ്റിക്കുന്നവരും ലോകത്തിലുണ്ട്. എൻ്റെ വിമല ഹൃദയത്തിൽ അഭയം തേടുക, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ജപമാല എന്ന ആയുധം മുറുകെ പിടിക്കണം. സാത്താനെതിരെ പോരാനുള്ള ആയുധമാണ് ജപമാല. എല്ലാ മക്കളും മനമൊരുക്കി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ഡൊമിനിക്. 12-ാം നൂറ്റാണ്ടിൽ അൽബിജൻസിയൻ പാഷണ്ഡത ഫ്രാൻസിൽ തിരുസഭയെ ക്ഷീണിപ്പിച്ച കാലഘട്ടത്തിൽ വിശുദ്ധ ഡൊമിനിക് 3 ദിവസം കഠിന ഉപവാസമെടുത്ത് രാപ്പകൽ പ്രാർത്ഥിച്ചു. ദൈവമേ, തിരുസഭയെ സഹായിക്കണമേ. 1208 ഫ്രാൻസിലെ പ്രൗവിൽ എന്ന സ്ഥലത്തുള്ള ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ വെള്ളം പോലും കുടിക്കാതെ വിശുദ്ധൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സമ്മാനമാണ് ജപമാല. 12-ാം നൂറ്റാണ്ട് മുതൽ പലരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും മറ്റും ഫലമായി ഇന്ന് ഉപയോഗിക്കുന്ന ജപമാല ക്രമം നിലവിൽ വന്നു. ഈ ജപമാല ക്രമം വിശുദ്ധൻ ഉപയോഗിച്ചിരുന്നു. ജപമാല നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ജപമാല ചൊല്ലുക, ജപമാല പ്രസംഗിക്കുക. 16 വർഷത്തോളം വിശുദ്ധൻ രാത്രികാലങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പകൽ ജപമാലയെക്കുറിച്ച് പ്രസംഗിക്കും. അങ്ങനെ തിരുസഭയിൽ വേരോടിയ അൽബിജൻസിയൻ പാഷണ്ഡത ഇല്ലാതായി. സാത്താൻ്റെ കോട്ട തകർക്കുന്ന വലിയ ആയുധമാണ് ജപമാല. ഒരു ജപമാല ചൊല്ലുമ്പോൾ 53 വെടിയുണ്ടകളാണ് സാത്താൻ്റെ കോട്ടയിൽ പതിക്കുക, കോട്ട തകർക്കുക. 1858 ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴും 1917 ഫാത്തിമായിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവരോടൊപ്പം ജപമാല ചൊല്ലി, ജപമാല ചൊല്ലാൻ അവരെ പഠിപ്പിച്ചു. 1858 മുതൽ ഇന്നുവരെ പല സ്ഥലങ്ങളിലായി മാതാവ് നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൂ എന്നതാണ്. മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ജപമാല ഇന്ന് ധാരാളം ആളുകൾ കഴുത്തിൽ ധരിക്കുന്നുമുണ്ട്. നിയോഗ പ്രാർത്ഥന. ജപമാല മാസത്തിൻ്റെ 2-ാം ദിനമായ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെയും കന്യാസ്ത്രീമാരെയും ആത്മായ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വചനം പറയുന്നു, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ ഔന്നിത്യത്തിൽ കഴിയുന്ന പുരോഹിതന്മാരെ അമ്മ മാതാവ് കാത്തുപരിപാലിക്കുന്നു. അവർ പിശാചിൻ്റെ ഒരു കെണിയിൽ പോലും വീഴാതെ അവരെ കാത്തുകൊള്ളണമേ അമ്മ മാതാവേ. സഭയ്ക്ക് വേണ്ടിയും ഇടവക സമൂഹത്തിനു വേണ്ടിയും സ്വന്തം വീടും ബന്ധങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവിന് വേല ചെയ്യുവാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും കാത്തുപരിപാലിക്കണമേ. ദൈവജനത്തിൻ്റെ പ്രീതികരമായി മാറുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മായ ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട സന്യാസിനിമാരെയും നമ്മുടെ സഭയുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ അപേക്ഷകൾ കേട്ടറിയണമേ. ആമീൻ.
നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു.